ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ സെമ്മിലെ ഐ ആം നോട്ട് ദാറ്റ് വുമൺ, കിഷോർ നഹീദിൻ്റെ ഒരു പോം. ഇതൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലുള്ള ഒരു പോമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വലിയ ഗംഭീര വൊക്കാബുലറീസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ എന്നാലും നല്ല ആശയങ്ങളുള്ള ഒരു കവിതയാണ്. നോക്കാം. ഐ ആം നോട്ട് ദാറ്റ് വുമൺ, ഞാൻ ആ പെണ്ണല്ല, മീൻസ് ഞാൻ ആ ടൈപ്പ് എന്തല്ല, സ്ത്രീയല്ല. എങ്ങനത്തെ ടൈപ്പ് എന്നറിയോ? സെല്ലിങ് യു സോക്സ് ആൻഡ് ഷൂസ്, നിങ്ങൾക്ക് ഈ സോക്സും അതുപോലെ തന്നെ ഷൂ ഒക്കെ വിൽക്കുന്ന ആ ഒരു ടൈപ്പ് പെണ്ണല്ല ഞാൻ. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇന്നത്തെ ഈ പരസ്യങ്ങളിൽ ആഡിലൊക്കെ കാണലില്ലേ, ഇത് വിൽക്കുന്നത് പല പ്രൊഡക്റ്റുകളും വിൽക്കാൻ വേണ്ടിയിട്ട് പരസ്യത്തിൽ വരൽ ആരാണ്? പെണ്ണുങ്ങളാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള പെണ്ണിനൊരു ഒബ്ജക്റ്റ്, അതായത് കൺസ്യൂമറിസത്തിൻ്റെ ആ ഒരു സാധനമാണ് അവിടെ പറയുന്നത്. പെണ്ണിനെ ഒരു സാധനത്തിൻ്റെ ഒരു മെറ്റീരിയലായിട്ട് കാണുക, അതിനെതിരെയാണ് എന്താവുന്നത് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഈ സോക്സും ഷൂ ഒക്കെ വിൽക്കുന്നത്, സോക്സും ഷൂ എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ്. സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ടൈപ്പ് പെണ്ണല്ല ഞാൻ. റിമെമ്പർ മീ, എന്നെ ഓർക്കലേ, എന്നെ ഓർക്കാൻ വേണ്ടി പറയുകയാണ്. എങ്ങനെയാണെന്നറിയോ? ഐ ആം ദ വൺ. ഞാൻ ആരായിരുന്നു അറിയോ? ഐ ആം ദ വൺ, ഞാൻ ഒരാളാണ്. യു ഹിഡ് ഇൻ യുവർ വാൾസ് ഓഫ് സ്റ്റോൺ. ഹിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡിൻ്റെ വീറ്റും മറച്ചു വച്ചിരുന്ന ആളാണ് ഞാൻ. എവിടെ? ഇൻ യുവർ വാൾസ് ഓഫ് സ്റ്റോൺ. വാൾസ് എന്ന് പറഞ്ഞാൽ ഭിത്തി, ചുമര്, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പോൾ ആ കൽഭിത്തിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന, അതല്ലെങ്കിൽ അടക്കി പിടിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. ആ സമയം എന്നെ ഇങ്ങനെ ഒരു കൂട്ടിൽ വെച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു മതിൽക്കെട്ടിനുള്ളിൽ എന്നെ ആക്കിയിട്ട് യു റോംഡ്, നീ എന്ത് ചെയ്തു? റോം ചെയ്തു വെച്ചാൽ കറങ്ങി നടത്തും. ഫ്രീ ആയിട്ട് എന്താക്കി? കറങ്ങി. ആസ് ദ ബ്രീസ്, ഒരു കാറ്റിനെ പോലെ. കാറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ദിശയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒഴുകല്ലേ ചെയ്യുക. എന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടായിട്ട് നീ എന്താക്കി? നാട് മൊത്തം കറങ്ങി. നോട്ട് നോയിങ്, അറിയാതെ. എന്തറിയാതെ എന്നറിയോ? ദാറ്റ് മൈ വോയിസ്, എൻ്റെ ശബ്ദങ്ങൾ, അത് കനോട്ട് ബി സ്മോത്തേഡ്, അതെന്താക്കാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. ബൈ സ്റ്റോൺ, ഈ കൽഭിത്തികൾക്കൊന്നും എൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ പറ്റില്ല എന്ന സത്യം അറിയാതെ നീ കൽഭിത്തിയുടെ ഉള്ളിൽ എന്നെ ഒതുക്കി വെച്ചിട്ട് നീ നാട് മൊത്തം എന്തായി? ഫ്രീ ആയിട്ട് കറങ്ങി നടന്നു. രണ്ടാമത്തെ സ്റ്റാൻസ. ഐ ആം ദ വൺ. ഇനി ഓരോരോ, ആദ്യം അങ്ങനെ വെച്ചു, ഇനി ഇങ്ങനെ വെച്ചു, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറയാണ്. ഐ ആം ദ വൺ, ഞാനൊരാളാണ്. എങ്ങനത്തെ ആളാണെന്നറിയോ? യു ക്രഷ്ഡ്, നീ എന്താക്കിയ? തകർത്തെ. എവിടെ? വിത്ത് ദ വെയ്റ്റ് ഓഫ് കസ്റ്റം ആൻഡ് ട്രഡീഷൻ, ആചാരം, പാരമ്പര്യം. നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ആചാരങ്ങളെ കൊണ്ട് എന്ത് ചെയ്ത്? ആചാരങ്ങളുടെ ഭാരം കൊണ്ട് തകർത്ത ഒരാളാണ് ഞാൻ. പെണ്ണിന് അങ്ങനത്തേത് ഇങ്ങനത്തേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്തുണ്ട്? കസ്റ്റം ഇതുണ്ട്, നമ്മുടെ നാട്ടിൽ ട്രഡീഷനുകളുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഭാരം കൊണ്ട് തകർന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നോട്ട് നോയിങ്, ആ സമയത്ത് നിനക്ക് അറിയുന്നില്ല എന്തെന്നറിയോ? ദാറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, പ്രകാശം, അത് കനോട്ട് ബി ഹിഡൻ, അത് മറക്കാൻ കഴിയൂല. ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടിൽ എന്താവില്ല? ഇരുട്ട് കൊണ്ട് പ്രകാശത്തെ മറക്കാൻ കഴിയില്ല എന്ന സത്യം അറിയാതെയാണ് എന്താക്കിയത്? ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. റിമെമ്പർ മീ, ഐ ആം ദ വൺ ഇൻ ഹൂസ് ലാപ്പ്. റിപ്പീറ്റ് ആയതുകൊണ്ടാട്ടോ പറയാത്തത്. ഇൻ ഹൂസ് ലാപ്പ്, ആ ഒരാളുടെ മടിയിലാണ് യു പിക്ക്ഡ് ഫ്ലവേഴ്സ്, നീ എന്താക്കിയത്? പൂ പറിച്ചിട്ടുള്ളത്. അതായത് പെണ്ണിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ഈ പറയുന്നത്. നമ്മളെല്ലാവരും വളർന്ന് വലുതായത് എങ്ങനെയാണ്? ഉമ്മാൻ്റെ മടിത്തട്ടിലാണ്. അപ്പം ആവുവോളം നമ്മൾ സ്നേഹങ്ങളും സന്തോഷങ്ങളും കെയറിങ് ഒക്കെ എന്തായി? നമ്മൾ അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത്. ഞാൻ ആരാണെന്നറിയോ? ഞാൻ ആരാണെന്നറിയോ? അങ്ങനത്തെ ഒരാളുടെ മടിയിലാണ് നീ എന്താക്കിയത്? പൂക്കൾ പറിച്ചിട്ടുള്ളത്. പൂക്കൾ പറിക്കുക എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമാവധി എന്തെടുക്കുക? ഉപകാരങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ? ആൻഡ് പ്ലാന്റഡ് തോൺസ് ആൻഡ് എംബേഴ്സ്. പ്ലാന്റഡ് എന്ന് പറഞ്ഞാൽ ഇടുക എന്നുള്ള അർത്ഥമാണ്. തോൺസ് എന്ന് പറഞ്ഞാൽ മുള്ള്, എംബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ചൂടുള്ള നമ്മളെ കരി പോലത്തെ സാധനങ്ങൾ, അതിനാണ് എംബേഴ്സ് എന്ന് പറയാം. ആ മടിയിൽ നിന്ന് വേണ്ടുവോളം എന്താക്കി?
ലാഭങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം പരമാവധി സ്നേഹവും കെയറിങ്ങും ഒക്കെ അവിടുന്ന് കിട്ടിയിട്ട് ആ മടിയിലേക്ക് തന്നെ നീ എന്തിടുകയാണ്, മുള്ളുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് നശിപ്പിക്കുകയാണ്. ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും വളർന്ന് വലുതായത് എന്താണ്, പെണ്ണിലൂടെയാണ്. എന്നിട്ട് ആ പെണ്ണിനെ തന്നെ നമ്മളെന്ത് ചെയ്യുകയാണ്, നമ്മൾ തന്നെയാണ് ആ പെണ്ണിനെ എന്താക്കുന്നത്, അടക്കി വെക്കുന്നത് എന്നുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നോട്ട് നോയിങ്, അറിയാതെ, ദാറ്റ് ചെയിൻസ്, ഈ ചങ്ങലകൾക്കൊന്നും കനോട്ട് സ്മോസർ മൈ ഫ്രാഗ്രൻസ്, എൻ്റെ എന്താ ഫ്രാഗ്രൻസ് ആണ് എൻ്റെ വാസനകളെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ശബ്ദങ്ങളെ, അതല്ലെങ്കിൽ എൻ്റെ കഴിവുകളെ എന്താക്കാൻ പറ്റൂല, ഇതുകൊണ്ടൊന്നും നിനക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റൂല. ഈ ചങ്ങലകൾക്കൊന്നും എന്താക്കാൻ പറ്റൂല, എൻ്റെ കഴിവുകളെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്നെ എന്താക്കാൻ പറ്റൂല, ഇതുകൊണ്ടൊന്നും തകർക്കാൻ പറ്റില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ സ്ത്രീയുടെ മടിയിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്താക്കി നേടിയെടുത്ത്. ഇങ്ങനെ വളർന്ന് വലുതായത് വരെ എന്താണ്, സ്ത്രീയുടെ മടിയിൽ നിന്നാണ്. എന്നാൽ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ എന്താക്കിയത്, മുള്ളും കല്ലൊക്കെ കൊണ്ടുപോയിട്ടാണ് അവരെ നശിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത്. അടുത്തത്, ഐ ആം ദ വിമൺ ഹും യു ബോട്ട് ആൻഡ് സോൾഡ്, ഞാൻ പെണ്ണാണ്, ആ പെണ്ണിനെയാണ് നീ എന്താക്കിയത്, യു ബോട്ട് ആൻഡ് സോൾഡ്, നീ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഡൗറി എന്നൊക്കെ പറയില്ലേ, അതായത് സ്ത്രീധനമൊക്കെ കൊടുത്തായിട്ട് നമ്മൾ ഒരു സാധനത്തെ പോലെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പെണ്ണാണ് ഞാൻ. ഇൻ ദ നെയിം ഓഫ് മൈ ഓൺ ചാസ്റ്റിറ്റി, അതായത് എൻ്റെ ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ചാരിത്രം, എൻ്റെ ചാരിത്രം, അതിൻ്റെ പേരിൽ നീ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്ത ആ ഒരു പെണ്ണാണ് ഞാൻ. നോട്ട് നോയിങ്, ആ സമയത്ത് നീ അറിയുന്നില്ല, ദാറ്റ് എന്തെന്നറിയോ, ഐ ക്യാൻ വാക്ക്, എനിക്ക് നടക്കാൻ കഴിയും, ഓൺ വാട്ടർ, വെള്ളത്തിൻ്റെ മേലെ നടക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അതുപോലും എനിക്ക് കഴിയുന്നാട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. വെൻ ഐ ആം ഡ്രൗണിങ്, ഞാൻ മുങ്ങുന്ന സമയത്ത് വെള്ളത്തിലൂടെ വരെ എന്താക്കാൻ പറ്റും, എനിക്ക് നടക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ എന്താവും, ഉയർന്നു വരും എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത്, ഐ ആം ദ വൺ, ഞാൻ ഒരാളാണ്, യു മാരീഡ് ഓഫ്, നിങ്ങൾ കല്യാണം കഴിച്ചു വിട്ടാന്നർത്ഥം. ടു ഗെറ്റ് റീഡ് എന്നാണ് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഭാരം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിച്ച് വിട്ടില്ലേ, ആ പെണ്ണാണ് ഞാൻ. നോട്ട് നോയിങ്, അറിയാതെ, എന്ത്, ദാറ്റ് എ നേഷൻ, ഒരു രാഷ്ട്രം, ഓഫ് ക്യാപ്റ്റീവ് മൈൻഡ്സ്, ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൻഡ് എന്നർത്ഥം, മൈൻഡുള്ള, ഇംപ്രിസൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡുകൾ ഇങ്ങനെ എന്താക്കി വെച്ചത്, അടക്കി വെച്ചത്, ഒന്ന് ചോദ്യം ചെയ്യാതെ, ഒരു ട്രഡീഷനെയും ഒരു കസ്റ്റമിനെയും, അതായത് നമ്മുടെ ഒരു ചിന്തയെയും ചോദ്യം ചെയ്യാതെ പൂർണ്ണമായിട്ട് അടക്കി പിടിച്ച മനസ്സുള്ള ആളുകളുടെ രാഷ്ട്രം, അതായത് അങ്ങനത്തെ ആളുകളുള്ള ആ നാട് എന്താവില്ലെന്നോ, കനോട്ട് ബി ഫ്രീ, അതൊരിക്കലും എന്താവില്ല, ഫ്രീ ആവില്ല. അപ്പോൾ നാട്ടിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാതെ, ആ നാട്ടിൽ എന്താണോ വ്യവസ്ഥ ഉള്ളത് അതിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് അത് അങ്ങനെ തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുള്ള സ്ഥലത്ത് ഫ്രീഡം ഉണ്ടാവില്ല എന്നറിയാതെയാണ് എന്താക്കിയിട്ടുള്ളത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്താക്കിയത്, ചെയ്തിട്ടുള്ളത്. ഐ ആം ദ കൊമോഡിറ്റി, ഞാൻ ആ വസ്തുവാണ്. യു ട്രേഡ് ഇൻ, നിങ്ങൾ കച്ചവടം നടത്തിയ ആ വസ്തു. നിങ്ങൾ എന്തൊക്കെ കച്ചവടം നടത്തിയെന്ന് അറിയാം. മൈ ചാസ്റ്റിറ്റി, എൻ്റെ ചാരിത്രം. മൈ മദർഹുഡ്, എൻ്റെ ആ മാതൃത്വം. ആൻഡ് മൈ ലോയാലിറ്റി, എൻ്റെ വിശ്വാസ്യത. ഈ സാധനങ്ങളൊക്കെ എന്താക്കിയതാണ്, നിങ്ങൾ കച്ചവടം ചെയ്തതാണ്. അതായത് പെണ്ണിന് വ്യത്യസ്ത സമയത്ത് അവൾ അനുഭവിക്കുന്ന റോളുകൾ, അവൾ ജീവിതത്തിൽ ചില സമയത്ത് എന്താണ്, മാതാവായിട്ടും ഏറ്റവും നല്ല വിശ്വാസിയായിട്ടും അതുപോലെ തന്നെ പതിവ്രത എന്നൊക്കെ പറയുന്ന ഇത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് പല സാഹചര്യത്തിലൂടെ പെണ്ണ് കടന്നു പോകുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ എന്താക്കിയതാണ്, നിങ്ങൾ പല പേരിലും നിങ്ങൾ അതൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ട്. അതായത് പുരുഷൻ എന്താക്കിയിട്ടുണ്ട്, എല്ലാ അവസരത്തിലും പെണ്ണുങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നൗ, ഇനി പറയട്ടെ, ഇപ്പം അതെന്താണെന്നറിയോ, ഇറ്റ് ഈസ് ടൈം, ഇത് സമയം, ഫോർ മീ, ഇത് എനിക്കുള്ള സമയമാണ്. എന്തിനുള്ള സമയം, ടു ഫ്ലവർ ഫ്രീ, ഫ്ലവർ എന്ന് പറഞ്ഞാൽ പുഷ്പിക്കുക, ഫ്രീ, സ്വതന്ത്രമായിട്ട് എനിക്ക് പുഷ്പിക്കാനുള്ള സമയമാണത്. ഇനി ഇതിനൊന്നും ഉണ്ടാവില്ല, എന്നെ കിട്ടൂല എന്നർത്ഥം. ദ വിമൺ ഓൺ ദാറ്റ് പോസ്റ്റർ, നിങ്ങൾ ആ പോസ്റ്ററിൽ കാണുന്ന പെണ്ണുണ്ടല്ലോ, പരസ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മിയർ, ഒരു വസ്തുവായിട്ട്, അതല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആസ്വദിക്കാനുള്ള ഒരു സാധനമായിട്ട് പല പോസ്റ്ററുകളിലൊക്കെ നിങ്ങൾ കാണുന്ന ആ പെണ്ണുണ്ടല്ലോ, എങ്ങനെ, ഹാഫ് നേക്കഡ് എന്ന് പറഞ്ഞാൽ എന്താ, അർദ്ധനഗ്നയായിട്ട് നിങ്ങൾ കാണുന്ന, സെല്ലിങ് സോക്സ് ആൻഡ് ഷൂസ്, സോക്സും ഷോസൊക്കെ വിൽക്കുന്ന ഇങ്ങനത്തെ ആ ഒരു പെണ്ണുണ്ടല്ലോ. നോ നോട്ട്, ഐ ആം നോട്ട് ദാറ്റ് വിമൺ, ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണെന്തല്ല, അല്ല.
ഓക്കെ. അപ്പം പെണ്ണിനെ വെറും ഒബ്ജക്റ്റായിട്ട് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, പുരുഷന്മാരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, അതുപോലെ ഒന്നിനെയും ചോദ്യം ചെയ്യാതെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു പോയമാണ്. വളരെ സിമ്പിൾ പോയമാണ് കേട്ടോ. ഓക്കെ.